എട്ടാം ദിനവും പശ്ചിമേഷ്യ അശാന്തമായി തുടരുന്നു. ഇറാനിൽ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം ശക്തമായി തുടരുകയാണ്. ടെഹ്റാൻ ഉൾപ്പെടെ പലയിടങ്ങളിലും രാത്രി നിരവധി സ്ഫോടനങ്ങൾ നടന്നു. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഒരു ഒത്തുതീർപ്പിനുമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ആദ്യം ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നുണ്ട്. സോന, എന്തായാലും ആക്രമണം തുടങ്ങി എട്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും യാതൊരു അയവില്ലാതെയും ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. ഇറാനിലേക്കുള്ള ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണമൊക്കെ ശക്തമായി തുടരുന്ന സാഹചര്യം. അതിന് പിന്നാലെ തന്നെ ഒരു വെല്ലുവിളി എന്നോണം ഇറാൻ കീഴടങ്ങിയാൽ മാത്രമേ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടുള്ളൂ എന്നൊരു വെല്ലുവിളി കൂടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നു. അതൊരു ഭീഷണി സ്വരം തന്നെയല്ലേ സോന? കാരണം തീർച്ചയായും ഒരു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും വന്നിരിക്കുന്നത്. ഇറാൻ കീഴടങ്ങണമെന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല ഒരടി പിന്നോട്ടില്ലെന്നും ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല. എന്തായാലും അത്യാധുനിക ആയുധ നിർമ്മാണം നാലിരട്ടിയായിട്ട് തന്നെ ഇറാനെ ശക്തമായി തന്നെ ആക്രമിക്കാനാണ് എന്തായാലും തീരുമാനം. മാത്രമല്ല പ്രധാനമായിട്ടും തുടർച്ചയായ എട്ടാം ദിവസവും എന്തായാലും പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്. യുഎസിൻ്റെയും ഇസ്രയേലിൻ്റെയും സംയുക്ത ആക്രമണമാണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ യുഎസിൻ്റെ ഇസ്രയേലിൻ്റെയും തന്നെ ശക്തമായ ആക്രമണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ 3000 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ടാണ് അമേരിക്കയുടെ അവകാശവാദം. എന്തായാലും കൃത്യമായി തന്നെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായിട്ടും 40 യുദ്ധക്കപ്പലുകൾ തകർത്തതായിട്ടുമാണ് അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നത്. എന്തായാലും ഇറാനിൽ ഇത്തരത്തിൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും തന്നെ ശക്തമായ ആക്രമണത്തിൽ 1332 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല സംഭവത്തിൽ UN അടിയന്തരമായി ഇടപെടണമെന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും തെക്കൻ ലെബനൻ, ബെയ്റൂട്ട് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. 3 ലക്ഷം പേരാണ് ഏകദേശം ഈ ബെയ്റൂട്ട്, ലെബനൻ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്തു എന്നാണ് പ്രധാനമായും പുറത്തു വരുന്ന വിവരം. മാത്രമല്ല ആക്രമണത്തിന് മറുപടിയായി തന്നെ വടക്കൻ ഇസ്രയേലിൽ 2 സ്ഥലങ്ങളിൽ റോക്കറ്റുകൾ തൊട്ടതായിട്ട് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാൻ പശ്ചിമേഷ്യ എന്തായാലും അശാന്തമായി തന്നെ തുടരുകയാണ്. ഏകദേശം ഇറാനിലും 1332 പേരോളം മരിച്ചതായിട്ടാണ് വിവരങ്ങൾ. മാത്രമല്ല ലെബനനിൽ ഇതുവരെ 217 പേർ മരിക്കുകയും 798 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ശക്തമായ എട്ടാം ദിവസവും ശക്തമായ തന്നെ ആക്രമണം തുടരുകയാണ്. ഇറാനിലേക്ക് യുഎസിൻ്റെയും ഇസ്രയേലിൻ്റെയും ശക്തമായ ആക്രമണം തുടരുന്നു. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രയേലും യുഎസും ആക്രമിക്കുന്നത്. മാത്രമല്ല ഏകദേശം ഇറാനിലെ 3000 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ടാണ് അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നത്. പ്രധാനമായും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും 43 യുദ്ധക്കപ്പലുകളും അടക്കം തകർത്തതായിട്ടാണ് അമേരിക്കയുടെ അവകാശവാദം. എന്തായാലും വിഷയത്തിൽ എന്തായാലും UN അടിയന്തരമായി ഇടപെടണമെന്നാണ് എന്തായാലും ഇറാൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവം എന്തായാലും യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും ട്രംപ് പിന്നോട്ടില്ലെന്നാണ് ട്രംപ് ഒരിക്കലും പിന്മാറില്ല, അല്ലെങ്കിൽ അമേരിക്ക ഒരിക്കലും പിന്മാറില്ലെന്നാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം വരുന്നുണ്ട്. മാത്രമല്ല ഒരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല, ഇറാൻ കീഴടങ്ങണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കാർത്തു ശരി, എട്ടാം ദിനവും പശ്ചിമേഷ്യ അശാന്തമായി തുടരുകയാണ്. ഇറാനിൽ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം
ശക്തമായി തുടരുന്ന സാഹചര്യം. ഇതിന് ഇടയിലാണ് ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും രാത്രിയോടെ നിരവധി സ്ഫോടനങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെ ഇറാൻ നിരുപാധികം കീഴടങ്ങിയാൽ മാത്രമേ ഈ ഒരു ആക്രമണ പരമ്പരയിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകുകയുള്ളൂ എന്നൊരു ഭീഷണി അല്ലെങ്കിൽ ഒരു സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നു. കൂടാതെ തന്നെ തങ്ങളുടെ ആയുധ ശേഖരം വർദ്ധിപ്പിക്കാനടക്കം നിർദ്ദേശം നൽകുന്നു. ഇത് ഇറാനെതിരെയുള്ള ഒരു ഭീഷണി സന്ദേശമായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും തങ്ങൾ ഒരടി പോലും പിന്നോട്ടില്ല. ഇറാൻ എപ്പോൾ കീഴടങ്ങുന്നു അന്ന് ഒരു അനുനയത്തിനുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്നൊരു നിലപാടിലേക്ക് ട്രംപ് അല്ലെങ്കിൽ ആലോചിക്കാമെന്നൊരു നിലപാടിലേക്കാണ് ട്രംപ് നീങ്ങുന്നത്. എന്നാലും കണ്ടറിയേണ്ടതാണ് എന്ന് പശ്ചിമേഷ്യ സമാധാനമായി ഉറങ്ങുമെന്നത്. സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച UDF പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം വൈകിട്ട് നടക്കും. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഏതായാലും പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച പുതുയുഗ യാത്ര ഇന്ന് സമാപിക്കുകയാണ്. തിരുവനന്തപുരത്താണ് സമാപന സമ്മേളനം. രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ഫെബ്രുവരി 6-നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് പുതുയുഗ യാത്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആരംഭിച്ചത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും കടന്നാണ് യാത്ര തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കുന്നത്. എന്തായാലും ഇന്ന് അത് വലിയ ആവേശമായ ഒരു പരിപാടിയാക്കാൻ തന്നെയാണ് UDFും തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് വി ഡി സതീശനെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കും. അവിടെ നിന്ന് റാലി ആയിട്ടായിരിക്കും പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുക. പുത്തരിക്കണ്ടം മൈതാനത്തൊരുക്കിയ വേദിയിൽ വൈകുന്നേരം 5 മണിക്ക് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എല്ലാ നേതാക്കളും, കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും എല്ലാ നേതാക്കളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ കർണാടക അതുപോലെ തന്നെ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കോൺഗ്രസ് ചില ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും വയോജനങ്ങൾക്കുമൊക്കെയായി അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണമടക്കം എത്തിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സൗജന്യ വൈദ്യുതി അടക്കം വിവിധ പദ്ധതികളൊക്കെ ഗ്യാരണ്ടി എന്ന പേരിൽ, അതായത് കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി എന്ന പേരിൽ പ്രഖ്യാപിച്ചിരുന്നു. ആ മാതൃകയിൽ കേരളത്തിലും ഒരു ഗ്യാരണ്ടി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി ആ പ്രഖ്യാപനം ഇന്ന് ഈ സമാപന സമ്മേളന വേദിയിൽ നടത്തും എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ ആ ഗ്യാരണ്ടി പ്രഖ്യാപനം ഗുണം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് അതും വലിയ ഒരു കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും അതുപോലെ തന്നെ വയോജനങ്ങൾക്കുമൊക്കെ നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ഗ്യാരണ്ടികളിലേക്ക് പ്രഖ്യാപിക്കാനുള്ളൊരു തീരുമാനം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ആ പ്രഖ്യാപനവും ഇന്ന് ഈ വേദിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും UDFിനെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പുതിയൊരു ആവേശം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു പുതുയുഗ യാത്ര എന്ന് പറയുന്നത്. വലിയ സ്വീകാര്യത അടക്കം നേടി, വലിയ പല വിവാദങ്ങൾ ഇതിനിടയിലൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും യാത്ര കടന്നു പോവുകയും ചെയ്തു. ഏതായാലും ഇന്ന് യാത്ര സമാപിക്കാനിരിക്കെ UDFിൻ്റെ സീറ്റ് വിഭജന ചർച്ചകളും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലീഗ് അടക്കമുള്ള കക്ഷികളുമായാണ് സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നത്. ചില ധാരണയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുമായുള്ള ഒരു കാര്യമാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ 3 സീറ്റുകൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യം കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിനോട് ഇപ്പോഴും ജോസഫ് വിഭാഗം വഴങ്ങാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അവരുമായുള്ള ഒരു ചർച്ചയിൽ അനിശ്ചിതത്വമുണ്ട്. ലീഗിൻ്റെ കാര്യത്തിൽ ലീഗിന് നിലവിൽ നൽകുന്ന സീറ്റുകൾ തന്നെ നൽകും. അതേസമയം ചില സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യം ആലോചനയിലുണ്ട്. തിരുവമ്പാടി അടക്കം ചില സീറ്റുകൾ വേണ്ട എന്നുള്ള കാര്യം ലീഗ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരും പാലക്കാടും ചില സീറ്റുകൾ വിട്ടുമാറുന്നുണ്ട്. അതുപോലെ ചടയമംഗലത്തും അടക്കം ചില സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യവും
ചർച്ചയിലുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ ഇങ്ങനെ നീളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ ചർച്ചകളും സജീവമായി തന്നെ UDF കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നമുക്കറിയാവുന്ന പോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സന്ദർശനം കേരളത്തിൽ തുടരുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പാർട്ടി പ്രതിനിധികളുമൊക്കെയായി ചർച്ചകൾ നടത്തി. വരും ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. അതിന് മുന്നോടിയായി സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ളൊരു നീക്കമാണ് UDF നടത്തുന്നത്. അതിനുശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. നേരത്തെ തയ്യാറാകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതും ചില തടസ്സങ്ങൾ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ മധുസൂദൻ മിസ്ത്രി, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചുമതലയുള്ള മധുസൂദൻ മിസ്ത്രി ഇന്ന് കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആ ചർച്ചകളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ഇന്ന് ഇതിന്റെ ഭാഗമായി കൂടി നടക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.